ഇപ്പൊ മനസ്സിലായില്ലേ എവിടേക്കാ വന്നതെന്ന്? ഞാൻ പറയാതിരുന്ന അതാണ്. കാരണം എന്താ പറയുക, ഇവിടേക്കാന്ന് പറഞ്ഞാൽ വരൂല, നടക്കാൻ മടിയാണ്. കാരണം മുന്നേ ഞങ്ങൾ നന്ദക്കുട്ടി കുഞ്ഞു കുട്ടിയാകുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ആന്റിയൊക്കെ ആയിട്ട്. പക്ഷെ ആന്റിക്ക് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമല്ല, ഇവിടെ ഫാമാണിത്. അപ്പം ഇഷ്ടമാണ് നടക്കണ്ടേന്ന് കരുതിയിട്ട് ആന്റി വേണ്ട പറയും. അതുകൊണ്ട് ഞാൻ എവിടേക്കാന്ന് പറഞ്ഞില്ല, വെറുതെ ഒരു സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ. അക്കു അജു വായു. വായോ. അതുകൊണ്ടാണ് ഇങ്ങോട്ടാന്ന് നേരത്തെ ഞാൻ പറയാം. എനിക്കറിയായിരുന്നു ഇങ്ങോട്ടാ, നിങ്ങളൊക്കെ വരുവില്ലെങ്കിലോ കരുതിയിട്ട് ഞാൻ പറയാം. കോഴിമുട്ട വാങ്ങിച്ചിരുന്നില്ലേ നമ്മള് മുന്നോട്ട്? ഇത് ഞങ്ങളുടെ രാജാവും രാജാവിന്റെ അച്ഛനുമാണേ. അജു വന്നിട്ടില്ലല്ലേ ഇവിടെ? പേടിക്കല്ലേ, അതൊന്നും കാട്ടൂല, അങ്ങോട്ട് വരൂല. എന്താ എന്തൊക്കെ പേടിയുണ്ടോ? എന്തൊക്കെ പേടിയില്ല അല്ലേ? ഉണ്ടോ? പേടിക്കണ്ട. ഉണ്ടോ? പറയുന്നേക്ക് പണ്ട് ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ ടിക്കറ്റ് ഇല്ല. ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നീ അവര് ടിക്കറ്റ് ചോദിക്കാൻ അറിയില്ല. ഈ ഉള്ളത് തന്നെയാണല്ലോ പേടി. ഇതാരാ? എന്താ ഇതാരാ? ഇതാരാ? കുതിരയല്ല, ആട്. കുതിരയാണ് ശരിക്കറിയാട്ടോ. നോക്കല്ലാത്തിരി ആടിനെ കുതിര അല്ലേ? ഇതാണ് ആട്. കുതിര വയ്യ നവിനെ പോരണ്ടായിട്ടുണ്ട്. മോളെ ഇങ്ങോട്ടാന്ന് പറഞ്ഞാ പോരൂല, എനിക്കറിയാം. എനിക്കിഷ്ടമുള്ളതാട്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരാന്. എന്താ നന്ദത്? നന്ദ ഇത് ആരാണ്? കുതിര. ഇതാണ് ഞാൻ ഈ ഫോക്കസ് ചെയ്യുന്നത്. ഇത് ആട്. ഇതെന്താ നന്ദ? എന്താ എന്താ? എന്താ കുത്തുട്ടോ? ഓൻ പറയുന്ന കേട്ട് തൊടണ്ട. നിന്നെ നക്കുന്നെന്തിനാ? ഇത് തിന്നാൻ പറ്റില്ല, തിന്നാൻ പറ്റില്ല. ഇത് എന്തിനാ നക്കുന്നേ? അടുത്ത് കൊടുക്ക്, കുറച്ചും കൂടി അടുത്തേക്ക് കൊടുക്ക്. അടുത്ത് കൊണ്ട് കൊടുക്കുവോ? മോന് കൊടുത്തോ? അത് കൊടുക്കൊക്കെ അത് കയ്യിൽ വെച്ചോണ്ടിരിക്കല്ലേ, ഒക്കെ പേടിപ്പിക്കല്ലേ. കൊടുക്ക്, അതിനങ്ങനെ അടുത്ത് പറ്റിക്കല്ലേ. എന്താ ഇവിടുത്താ? ഇതാരാ? അജുവിന്റെ ഹെയർ സ്റ്റൈൽ അത് പറഞ്ഞിട്ടില്ലേ? അജുമാവനെ പോലെ ഉണ്ടോ? എന്താ? ആ ഓക്കെ, ഇതിനെയാണ് ഇഷ്ടപ്പെട്ടത്. ഇതെന്താ നന്ദ സാധനം? ഇത് ആരാ നന്ദ? ഉള്ളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഫുൾ ആടിന്റെ സെക്ഷനാ തോന്നുന്നു. എന്തോ അങ്ങനെ നിക്കുന്നേ? കണ്ണ് കാണുന്നില്ലല്ലോ താങ്കളുടെ കണ്ണ് എവിടെ ഉണ്ടോ? മീ പല്ല് കാണുന്നുണ്ട്. അമ്പോ, കണ്ണെവിടെറോ? കുഞ്ഞിന്റെ കണ്ണെവിടെ? ആ അവിടെ കണ്ണ് കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരും പല്ലുമാണ് ഫോക്കസ് ആവുന്നത്, കണ്ടോ?
ആയിക്കോട്ടെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണേ. സമയം അധികമൊന്നും ആയിട്ടില്ല കേട്ടോ. സമയം 4:30 ആയിട്ടുള്ളൂ. പക്ഷെ ഇരുട്ടാവണ പോലെ ആയി ഇവിടെ. ആ ഇവിടെ 5 മണിയാകുമ്പോഴേക്കും ഇപ്പം ഇരുട്ടാവേ. ഇതിലൊക്കെ ഇനി മീനുകളാട്ടോ. എനിക്ക് ഇവിടെ നിന്ന് മീനിനെ വാങ്ങിക്കണം. ആ അന്ന് ഞാൻ വാങ്ങിച്ചായിരുന്നു. തക്കാളി വെച്ചിരിക്കണുണ്ടല്ലേ ആൻറ്റി? ആ ഇതെന്താ? ഇത് മറ്റേ എന്താ പറയാ, കാർപ്പ. അയ്യോ നന്ദ ഫോട്ടോ എടുക്കണ്ട, ആ വെള്ളത്തിലിടുക എമ്മന്റെ ഫോണ്. തക്കാളി വെച്ചിരിക്കുന്ന നല്ല ഭംഗിയുണ്ട്. ഒഴുകുന്ന വെള്ളത്തിന്റെ ഒരു ഇത് വെക്കുന്ന എന്താ അറിയോ, ഇതിന്റെ ബ്രീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. കണ്ടോ? ആ ഇത് കാർപ്പാണ് ഫുള്ള്. ആ ഓ എന്താണ് വലിയ മീനാണല്ലോ ഇത്. മീനിന് മുട്ടയിടാനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഈ റണ്ണിങ് വാട്ടറൊക്കെ ആക്കിയിരിക്കണേ. എന്ത് പറ്റി? ഇങ്ങനെ കാണുമ്പോഴേ മീനൊന്നും ഇല്ലാ തോന്നും, പക്ഷെ നിറയെ മീനുകളാണ്. ഇതെന്തല്ലേന്നാ ചോദിച്ചേ? ഇത് കരിമ്പല്ല. അല്ല ഇത് കരിമ്പല്ല സാധനം. ഇത് ബജ്ര എന്ന് പറയുന്ന അങ്ങനെ എന്തോ സാധനമാണ്. കോണോ അങ്ങനെ ബജ്ര എന്ന് പറയുന്ന എന്തോ. ആ അങ്ങനെ എന്തോ ആണ്. അയ്യടാ കരിമ്പും തുരുമ്പും കണ്ടാ മനസ്സിലാവാത്ത രാജു. അക്കും മത്താർക്കധികം സ്ട്രീറ്റിലൊക്കെ. എടാ അങ്ങോട്ടൊക്കെ കൊക്ക് നോക്ക്. ഇതാ അതിന്റെ ഉള്ളില് കണ്ടോ? ഫ്ലമിംഗോസ് ആണോ? അങ്ങനെയും പറയാ. കൊക്ക് എന്ന് ഞങ്ങള് പറയും. അജു ഇതാ ഇതിലൊന്നും ചാടലട്ടോ, ഇതിലൊക്കെ വെള്ളമുണ്ട്. ഒരു കുളം നോക്കൂ, പായല് മൂടിക്കിടന്ന് ഇവിടെയാണ് ഫുഡ് ഇട്ട് കൊടുക്കുന്നത് തോന്നുന്നു. അയ്യോ ഇതില് നിറയെ ഗപ്പിയും പ്ലാറ്റിയും ഒക്കെ ഉണ്ട് കേട്ടോ. മയിലിന്റെ സെക്ഷനാട്ടോ. പൊട്ടുന്നോ? മുന്നേ വന്നപ്പോഴേ നിറയെ മയിലുണ്ടായിരുന്നു. ആ മയിലുണ്ട് സോ അതാ ജോ അപ്പുറത്ത് താഴെ വെള്ളമയിലൊക്കെ ഉണ്ട്. ഇത് വലിയ പ്ലേസ് ആട്ടോ. ഇവിടെ നിറയെ പ്രാവുകളാണ്. ആന്റി ഇപ്പൊ വരട്ടോ. ആ മുന്നേ വളർന്ന് കണ്ടതേ ചോളായിരുന്നു കേട്ടോ. കാരണം ഇതാക്കുന്നു നമ്മൾ ചോളെന്ന് പറയും, ഞങ്ങൾ കമ്പെന്നൊക്കെ പറയും. ഇതൊക്കെ വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ കുറേ മയിലുണ്ടായിരുന്നു എന്ന്. ഇങ്ങനെയല്ല, അത് അടിയിൽ കൂടെ കാണാൻ പറ്റും. ഇത് വെള്ളമയിലാട്ടോ, വെള്ളമയിലാണിത്. മയില് കണ്ടോ? മയിലിന്റെ തൂവലുണ്ട്. ചെവിലിടണമെന്നോ? ആ മയിൽപ്പീലി ഉണ്ട്. അമ്മയൊക്കെ ഇട്ട് പോയപ്പോഴല്ലേ അത് നമ്മള് പാർക്കില് ആ ഈന്തപ്പായ കുറെ പറിച്ചു. പണ്ട് ചേച്ചി ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നമുക്ക് നടക്കായിരുന്നു തോന്നുന്നു. പക്ഷെ ഇത് വേറെ എവിടെയൊക്കെ കൂടുണ്ട് വരാം. ഇതൊക്കെ പഴയതെന്നുകൊണ്ട് എന്താ ഇതാണ് കുതിര. ഇതാണ് കുതിര കേട്ടോ. മറ്റേത് ആടാണ്, നമ്മൾ കണ്ടത് ആടിനെയാണ്. ഇത് കുതിര കേട്ടോ. കുതിര നല്ല വലുതാണ് കണ്ടോ, എന്താ ഭംഗി നോക്ക്. ഏതാ ആട്? ആട് അപ്പുറത്തെ കൂട്ടിലുള്ളത്. ഇത് കുതിരയാണേ. ഇതാ കുതിര, ഇവനാണ് കുതിര. പുല്ലുണ്ടോക്കിയ പച്ചോല തിന്നപ്പോ വരും അത്. അതിന്റെ പുറത്ത് കയറണ എന്താ? ഫുള്ളും
എവരിബഡി സിറ്റ് ഡൗൺ എന്ന് ആടിനോട് അവര്. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ആണോ? പൊട്ടത്തരം പറയല്ലേ. ഇത് ഖുറാന്റെ തന്നെയാണോ? മുന്നത്തെ പ്രാവശ്യം ഞങ്ങൾ പണ്ട് ഇവിടെ വന്നപ്പോഴേ നന്ദക്കുട്ടി അന്ന് ചെറിയ കുട്ടിയാ. ആ ഫോട്ടോ ഉണ്ട് ഞങ്ങൾ അതിൽ. അന്നിങ്ങനെ അവർ ഈ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാ തോന്നുന്നു. അന്ന് ഒരു ആടുംകുട്ടീനെയൊക്കെ പിടിച്ചു തന്നായിരുന്നു അവര്. അതിനെയൊക്കെ എടുത്ത് ഞങ്ങൾ പണ്ട് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. നോക്ക്, വെള്ളയും കുത്തും ആ ചെവിമ മാത്രം. ചേച്ചിക്ക് എന്താ പ്രാന്തുണ്ടോ? പൊക്കോണ അവിടുന്ന്. ഇത് ചന്ദനമരം ഒന്നും അല്ല, ഇലഞ്ഞിക്കായ, ഇലഞ്ഞി അങ്ങനെ എന്തോ ഒരു സാധനമാണ്. അല്ല, ഇത് ഇവിടെ നമ്മളെ എല്ലായിടത്തും ഉണ്ടാവുന്നത് ചന്ദനല്ല. എന്തായാലും ഞാൻ ചന്ദനം കണ്ടിട്ടുണ്ട്. നമ്മളെ കൊണ്ടോട്ടിയില്ലായിരുന്നോ? ഞങ്ങളുടെ ഉണ്ടായിരുന്നു. ഇത് ചന്ദനൊന്നും അല്ല. ചന്ദനം എങ്ങനെയാ മനസ്സിലാവാ? ഇതിന്റെ അടി കണ്ടിട്ട് തന്നെയാണ്. ഇത് ചന്ദനല്ല എന്തായാലും. അല്ല, ഈ പേരവടി പോലത്തെ പേര ഇല പോലെ പോണുണ്ട്. ചന്ദനത്തിന്റെ ഇല പോലെ ഉണ്ട്, പക്ഷെ ചന്ദനല്ല. സുഭാഷേട്ടാ, അത് പുറത്തിറങ്ങി പോയതാ? അങ്ങോട്ട് പോണ്ടോ, അങ്ങോട്ട് പോലെ, അങ്ങോട്ട് പോണ്ട. കണ്ടോ കണ്ടോ? പേടിച്ചു പോയി അക്കു. അജു അന്നെ കുതിര ഉമ്മ വെച്ചോ? അജുവിനെ കുതിര ഒരു ഉമ്മ കൊടുത്ത്. കേറി, ആ ചേട്ടൻ കേറി. ആ ചേട്ടൻ കുതിരയെ ചാടിച്ച് ഓടിപ്പോയി. ഉമ്മ വന്നപ്പോ പേടിച്ചു പോയില്ല ജോയി? അയ്യോ അറിയണേട്ടല്ലോ. കാലോണ്ട് ചവിട്ടി തന്നെ കഴിഞ്ഞു. അയ്യോ മാറിക്ക് മാറിക്ക്. നല്ല അനുസരണം ഉണ്ട് കേട്ടോ, പറയുമ്പോഴേക്കത് ചെയ്യുന്നു. ചോദിച്ചു നോക്ക്. ഫുഡ് കൊടുക്ക അതിന്. നന്ദല്ല, നന്ദയ്ക്ക് പേടിയാന്ന്. ആള് ഫ്രണ്ട്ലിയാണ്, കുഴപ്പമൊന്നുമില്ലാന്നാ പറയുന്നത്. അജുവിന് പേടിയാട്ടോ. പക്ഷെ സോ എന്താ സാധനം നോക്കിയാ? ആ ചെല്, മാമന്റെ കൂടെ ഇരുന്നോ? കുട്ടിക്ക് പേടിയാ.
നന്ദക്കുട്ടി ആ ചേട്ടൻ ഇരുത്തി തരും. സുഭാഷ് ചേട്ടാ നന്ദ പോകണോ? നന്ദ നന്ദ പോകണോ? നന്ദ എങ്ങോട്ടാ പോണേ? വീട്ടിൽ പോണോ? കുതിരമേലാണോ പോണത്? ടാറ്റ ടാറ്റ പോയിട്ട് വേട്ടാ. ഈ കുതിരേന്റെ പേരെന്താ നന്ദ? What's the name of this? Hassan. തല മുട്ടിയതാണ്. അജു പേടിച്ചു. ഇന്നൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് ആഫ്റ്റർ എക്സസൈസ് only you will give the food. Yeah, but today, I was cold. You are busy. Okay. No problem. അജു പേടിത്തൊണ്ടനാണല്ലോ. അയ്യോ നമുക്ക് ആവശ്യമൊന്നുമില്ല. ഒരു ഇതുങ്ങടി കിട്ടുന്ന സാധനങ്ങൾ വേണേ പിടിക്കാൻ. അതിന് ഓടിച്ചു പോവാൻ അവിടെ വഴിയില്ല. അജു അടച്ചിട്ടിരിക്കുകയാണ്. ഹോം പോയി കുടുങ്ങി. അജു ഓൻ പോയിട്ടോ? ലോക്ക് ചെയ്ത് പോയി. ഇനി പെട്ടു അജു. ഇതിന് മോന്നൊക്കെ അമ്മേന്റെ പോലെ പേടിക്കണ്ട, അവര് ചേട്ടപ്പ വരും. ചേട്ടാ ഓടി വായോ പറ. പേടിത്തൊണ്ടനാണല്ലോ അജു. You can remove this. Okay, I understand. Yes, you will see. Me, I don't need. Me, I just wait. പാവാണ് കേട്ടോ, ആള് ഒന്നും മിണ്ടിയില്ല. നല്ല നല്ല കുതിരയാണ്. വീട്ടിക്കോ കൊണ്ടുപോയാലോ? ആന്റിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ. ആന്റി ചോദിക്കണേ കൊണ്ടുപോയാലോന്ന്. ആന്റിക്ക് ഡ്യൂട്ടിക്ക് പോവാന്ന് സുഭാഷ് ചേട്ടൻ. ആന്റിക്ക് നീ കയറണോ? നിന്റെ വീട്ടില് പിന്നെ കൊറേ കുതിരകൾ ഉള്ളതുകൊണ്ട് എനിക്ക് വേണ്ട. എന്തോ? നിന്റെ വീട്ടില് കൊറേ കുതിരകൾ ഉള്ളതുകൊണ്ട് എനിക്ക് വേണ്ട ആന്റി. എങ്ങനെ ഉണ്ടാക്കൂ? പോന്നോ എങ്ങോട്ട്? നിക്കോ പിടിച്ചിരുന്നാ മതി. അതാ ഇല്ലടാ. നന്ദേ അനക്ക് പോണോ? പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് പറയാക്കോ? അവിടെ തിരിഞ്ഞിട്ടല്ല പറയേണ്ടത്, കേക്കണില്ല. ആന്റിക്ക് കയറണോ? കയറണോ? ആന്റിക്ക് കയറണോ? നമുക്ക് കൂണി വെച്ച് കയറാം, ഫോട്ടോ എടുക്കാം. ഞാൻ കയറിയാലോ? ഞാൻ കയറട്ടെ. ഇന്നെ കയറ്റിത്താ. എനിക്ക് കയറണം. ഞാൻ കയറട്ടെ സു? എന്ത് സു പ്ലീസ് ചെല്ല്. അമ്മയ്ക്ക് വീട്ടിക്ക് കയറാ. പേടിക്കണ്ടേ? നന്ദ അമ്മേനെ പിടിക്കണ്ട, പേടിക്കണ്ട. നന്ദ അമ്മേനെ കൈ പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു ബാലൻസ് ഇല്ലാത്തൊരു ഫീലുണ്ട്. ഇപ്പൊ കറക്റ്റാ. 2 കുതിരകൾ. കുതിരപ്പുറത്തൊരു കഴുത. കുതിരപ്പുറത്തൊരു കഴുത പോണ യാത്രയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്.
കുതിരപ്പുറത്തൊരു കഴുത ഒരു പുലിക്കുട്ടി. എന്ത് വാസു ഹായ് നന്ദേ. ഹായ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കുതിരപ്പുറത്ത് കയറുന്നത്. ഞാൻ ചെറുപ്പത്തിൽ 1 വയസ്സുള്ളപ്പോഴൊക്കെ കയറി. അങ്ങനെ ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത് കഴുത കയറുന്നത്. സത്യമായിട്ട് ഞാൻ 1 വയസ്സുള്ളപ്പോ കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വെറുതെ പോലും ഇനി കഥ ആനേന്റെ കഥ മറ്റേ വീഗാലൻഡ് താനേന്റെ കഥ പോലെ എന്തെങ്കിലും ഉണ്ടാവും. അല്ല, ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറി ഭയങ്കര സന്തോഷം. അങ്ങനെയല്ല ശ്രീ. I don't need me. I just. താങ്ക് യു. പറഞ്ഞ നന്ദക്കുട്ടിക്ക് നോക്ക് എന്ത് ധൈര്യാണ്. അസൻ. പേടിക്കേണ്ട, നന്ദ ഉണ്ട് എന്ന് പറയാം. ഈ കുതിരേന്റെ പേരാണ് അസൻ. വാട്ട്സ് യുവർ നെയിം ബ്രദർ? മുഹമ്മദ്. ഈ ചേട്ടന്റെ പേര് മുഹമ്മദ്. ചേട്ടനല്ല കേട്ടോ, കുഞ്ഞു പയ്യനാണ്. ചെറിയ പയ്യനാണ്. ഞാൻ വിചാരിച്ചത് അത് തിന്നൂല ഒട്ടോ. When I sit now, phew, He will go. fast. ഈ ചേട്ടൻ പറഞ്ഞ അപ്പ അത് ഓടുന്നാ പറയണ കേട്ടോ. ആഹാ സൂപ്പർ. നല്ല അനുസരണ കേട്ടോ, നല്ല അനുസരണയുള്ള സാധനം. പറയുമ്പോ അങ്ങനെയൊന്നും കെട്ടിയിട്ടില്ല. അതാണ് അവന്റെ കൺട്രോൾ. This one need to put in control. ഓക്കെ, അതാണ് അതിന്റെ കൺട്രോൾ. എടുത്തോ ഏട്ടാ, അങ്ങോട്ട് എടുത്തു തരും, വെച്ചു തരും. ഏട്ടൻ്റെ അടുത്ത് നിന്നോ, എടുത്തോ. ഇത് ഇംഗ്ലീഷ് കുതിരയാന്നാ പറയുന്നത്. ഇംഗ്ലീഷ് കുതിര ആയതുകൊണ്ട് അതൊന്നും കാട്ടൂലെന്നാ പറയണത്. അറബി കുതിരയൊക്കെ ഭയങ്കര കിക്കിംഗ് ആണെന്നാ പറയണത്. ഇവന് ഇത്രയും ധൈര്യമാണ് ഇതിനെന്നാ പറയണത്. കാരണം അവൻ അതിനെ കാണിച്ചു തരാണ്. അവൻ അത്രയും അവൻ പറയണത് അനുസരിക്കുന്നു. മറ്റവരൊക്കെ ആണെങ്കിൽ തൊടുമ്പേക്ക് ചവിട്ടുന്നു. ഇത് ചവിട്ടൂലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ കുട്ടികളെയൊക്കെ അടുത്ത് വിളിച്ചതെന്നാണ് അവൻ പറയണത്. കാരണം നല്ല അനുസരണയാന്നാ പറയണത്. കണ്ടോ, അവൻ എന്ത് കാട്ടിയാലും അവൻ ഒന്നും കാണിക്കില്ല. ഇങ്ങനെയൊക്കെ പറയാൻ ചെയ്തൊക്കെ അവൻ ചെയ്യുന്നാ പറയുന്നത്. നല്ല കുതിരയാന്ന് പറയുന്നു. നല്ല ബുദ്ധിയാന്നാ പറയുന്നവന് കേട്ടോ. ഓക്കെ ബ്രദർ, താങ്ക് യു ബൈ. പോവാം. പീകോക്ക് വീസോ. റാബിറ്റ് നോ. ഓക്കെ, റാബിറ്റിനെ കൊണ്ടുവരാന്നാ പറയണ കേട്ടോ. അവര് ക്ലോസ് ചെയ്തിട്ടുണ്ട് റൂം, എന്നാലും കൊണ്ടുവരാന്ന് കേട്ടോ. ചേച്ചി പേടിച്ച് വിയർത്ത് പറയാനേ, നമ്മളിങ്ങനെ നടക്കുമ്പോ വീണു പോവോ തോന്നും. കാരണം നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ഇല്ലാതെ പോണ പോലെ. പക്ഷെ എന്നാലും ഇത്രയും അടുത്ത് ഞാനുണ്ടല്ലോ ചേച്ചി, ഊട്ടിയിലൊന്നും പോയപ്പോഴൊന്നും കയറിയിട്ടില്ല കുതിരപ്പുറത്ത്. ഞാൻ ചെറുപ്പത്തിൽ ഒരു വയസ്സിലേറ്റ കയറിയതാ കുതിരപ്പുറത്ത്. അതിന് ശേഷം ഇപ്പൊ എത്രാമത്തെ വയസ്സാ? 34 വയസ്സ് കഴിഞ്ഞു. മാർച്ച് വന്ന 35 വയസ്സായി. പിന്നെയാണ് കയറിയത്. ഇതാ മൊയലൻകുട്ടീനെ എടുത്തു തരുന്നുണ്ട് അവൻ കേട്ടോ. അവൻ മൊയലൻകുട്ടീനെ എടുത്തു തരുന്നുണ്ട്. അവര് ക്ലോസ് ചെയ്തിട്ടുണ്ട്, എന്നാലും എടുത്ത് കാണിച്ചു തരാന്ന് പറഞ്ഞു. നന്ദ ഇത് നോക്ക്. അശു കരയുന്നു. വൈ ക്രൈ? Today is first day coming out. 4 ദിവസമായിട്ട് കരയുന്നു. ഞാൻ ആദ്യമായിട്ടാ മൊയല് കരയണ കേട്ടത് കേട്ടോ. മൊയല് കരയണ ഞാൻ ആദ്യമായിട്ടാ കേക്കണേ.
അങ്ങനെയാണ് പിടിക്കുക. കണ്ടോ, അതാ അങ്ങനെ പിടിക്കണം. നന്ദേന്റെ കയ്യിൽ നിൽക്കൂല അത്. ഞാനൊന്ന് എടുത്തോട്ടെ. ഞാൻ നന്ദയ്ക്ക് വേണ്ടി ഒന്ന് എടുത്തോളൂ. മാന്തൂട്ടോ കണ്ടോ, അത് കരയി നോക്ക്. ഇങ്ങനെ പിടിച്ചില്ലെങ്കിൽ അച്ചടാ. 4 ദിവസമായിട്ടുള്ളത് അല്ലേ? കണ്ടോ കണ്ടോ, ബേബിയാണ് ബേബി. 4 ദിവസമേ ആയിട്ടുള്ളൂ. പറയാ അയ്യോ കുറച്ച് ഫുഡേ കൊടുത്തുള്ളൂ. പക്ഷെ ഇവന് നല്ല ഫുഡ് കൊടുക്കണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. മറ്റേത് ശോഷിച്ചൊക്കെ നിൽക്കണ പോലെ ഒന്നും അല്ല, നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചളിയാവും കേട്ടോ, വെള്ളയും കൂടി ആയതുകൊണ്ടേ, പൊടിക്കാറ്റും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്. അയ്യോ നന്ദക്കുട്ടി വ്ളോഗർ ഇറങ്ങിയിട്ടുണ്ട്. നന്ദ എന്താ വീഡിയോ എടുക്കുന്നേ? എന്ത് വീഡിയോ എടുക്കുന്ന സാറേ? ആരെ വീഡിയോ ആണ് എടുക്കുന്നേ? ഓ ഫ്ലാഷ് ഒക്കെ ഇട്ട് എടുക്കുള്ളൂ. വ്ളോഗറേ കുതിരേന്റെ അടുത്തേക്ക് പോണ്ടട്ടോ. എടുത്തെടുത്ത് ഫോണും കൊണ്ട് പോവാ കുതിരേന്റെ വീഡിയോ എടുക്കാന്. ആ ഓൾക്ക് ശരിക്കും കാണാനാണ് അത്ര. കണ്ണുകൊണ്ട് എന്നെ നോക്കണ്ട ഇടക്കിട്ടോ. ഓക്കെ ബൈ, താങ്ക് യു ബ്രദർ. ഓക്കെ പോവാം. കണ്ടോ മൊയിലിനെ കണ്ടോ? വേറെ മൊയിലിനെ കണ്ടോ? ആ പോവല്ലേ? എന്നാ ബായ് പറഞ്ഞോ. മുഹമ്മദ് ബായ്. ഓക്കെ ബൈ ബൈ. ആ പിച്ചോ പിച്ചോ, നമുക്ക് പോവല്ലേ? എന്തെല്ലാം സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? കോഴിനെ കണ്ട്, കോഴിമുട്ട കണ്ട്. അക്കു അജു ഇങ്ങോട്ട് പോര്. മതി മതി ഇങ്ങ് പോരക്കൂ. കോഴീനെ കണ്ടോ? കോഴി ഇതാക്കണ്. ആ കോഴിമുട്ടയൊക്കെ വിൽക്കലുണ്ട് ഇവിടെ അവര്. എന്ത് ചെറിയൊക്കെ കൊത്തി എറിഞ്ഞിട്ടേ നല്ല കുരുമുളക് പൊടി, നല്ല നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ട് നാടൻ കോഴിന്റെ കറി. എവിടുന്ന്? ആ കോഴീനെയാണോ ഉദ്ദ്? ഓ ആന്റി അപ്പേക്ക് അതിന് തൂക്ക് കിട്ടു കേട്ടോ, കിലോ കണക്ക് കിട്ടു. ഇത് കണ്ടോ എന്താ? ഇതാണ് കോണ്. കോണ് കണ്ടോ മേനെ മോള്? നമ്മള് തിന്നുന്ന ചോളല്ലേ? ആ ഇതാ ചോള ഉണ്ടായി നിക്കുന്ന കണ്ടോ? കണ്ടോ? അപ്പൊ പൊട്ടിക്കരുത് കേട്ടോ, അവർ ഓടിക്കും നിന്നെ. അതാണ് കണ്ടോ, ഇതാണ് ചെറുത്. ഇതിങ്ങനെ വലുതായി വലുതായിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അതാവല് ഇതതിന്റെ പൂവാണ്. ഇതതിന്റെ പൂവാണ് പൊന്നു. അല്ലക്കൂ ഇതാണ് അതിന്റെ. നീ ഒന്ന് പൊയ്ക്കായിരുന്നു, അത് അതിന്റെ ഫ്ലവറാണ്. ഇതിന്റെ ഉള്ളിൽ കൊക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊന്നും കണ്ടില്ല, ഞങ്ങൾ ലേറ്റ് ആയി. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വന്നപ്പോ 4 മണി 4:30 ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വേഗം ഇരുട്ടാവും. ഇവിടെ 5:10 ആയിട്ടുള്ളൂ സമയം, പക്ഷെ ആകെ ഇരുട്ടായി. നാട്ടിലത്തെ ഒരു 6:30 ലുക്കായി. അയ്യോ ഇതില് കാർപ്പൊക്കെ ഉണ്ട് കേട്ടോ, മീന്. വലിയ വലിയ കാർപ്പുണ്ട്. നോക്ക് നീ മീനിനെ നോക്ക്, വലിയ വലിയ മീനിനെ നോക്ക്. നമ്മളെ നാട്ടിലെ കരിപ്പിടി എന്ന് പറയുന്ന മീനാന്ന് ആന്റി പറയണ കേട്ടോ, എനിക്കറിയില്ല. ആ ഇവിടെ അടിപൊളി മീന്. അയ്യോ വാലൊക്കെ നോക്കൂ. ഇത് കാർപ്പ്. വാലൊക്കെ നോക്കൂ. അജു ഇങ്ങോട്ട് നോക്ക്, ഇതിന്റെ വാല് നോക്ക്. കാർപ്പിനാണോ ഇങ്ങനെ ഈ വാലുണ്ടാവുക? അത് കാർപ്പല്ല, ആ വൈറ്റ് കാർപ്പാണോ? ആണോ? നന്ദ കണ്ടോ? നിന്നെ പിടിച്ച തിന്നാളോ അത് ട്ടാ. നന്ദയ്ക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമായത് ആരെയാ? കുതിരേനെയല്ല മീനെയാ? ആ എന്നാ മീനെ ഇട്ടെടുക്കടാ. ആ മീൻ തിന്നോട്ടെ അതിനെ. മോളെ കാട്ടുകോഴിയാണ്, കാട്ടുകോഴി. ഇവിടെ ഇവിടെ ഇല്ല. യെല്ലോ ഗോൾഡൻ. ആ ഇവിടെ ഇങ്ങനത്തെ കുറെ കോഴികളുണ്ട് കേട്ടോ. ഇതിലൊന്ന് വാങ്ങിച്ചാ ഇതിന്റെ ഇറച്ചി അടിപൊളി ടേസ്റ്റ്. പിന്നെ ഭംഗിയുള്ളതിന് എന്താ ടേസ്റ്റ് കൂടുന്നത്? ഇങ്ങനെ ഇത് അലങ്കാരത്തിനാ പൊട്ട. സുഭാഷ് ചേട്ടനും അജും ഇവിടെ വന്നിട്ട് കോഴി റോസ്റ്റും അതും ഇതിനെ കുറിച്ചൊക്കെ വർത്താനേ ഉള്ളൂ കേട്ടോ. അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ കാണുമ്പോ തിന്നണം തോന്നൂല.
വായോ വായോ ഇങ്ങോട്ട് ഇറങ്ങി വാ. അതെന്താ കരയണ എന്താ? മേ ആടാണ് കേട്ടോ. ഇത് പ്രാവുകളാട്ടോ. ഇതൊന്നും കാണാൻ ഇപ്പോൾ ലൈറ്റ് ഇല്ല. എൻ്റെ ഫോണിലൂടെ അതങ്ങനെ കാണുന്നുമില്ല. പകലായിരുന്നെങ്കിൽ എല്ലാം കാണാമായിരുന്നു. ഞങ്ങൾ മുന്നത്തെ പ്രാവശ്യം വന്നിരുന്നു. പോടായിരുന്നു കളിയാക്കാതെ. അയ്യോ അത് കൊളാട്ടോ. നന്ദ പോയില്ലേ, കൊളാണ്, വീഴും. വാ, ഇവിടെ വെള്ളമാണ് കണ്ടോ, നേരെ പോയ വെള്ളമാണ് ഇത്. ഞങ്ങൾ മുന്നത്തെ പ്രാവശ്യം വന്നിരുന്നു. ഇവരിവിടെ നല്ല ഗപ്പീനെ ബ്രീഡ് ചെയ്യിക്കുന്ന കുളമാണിത്. ഒന്ന് പൊയ്ക്കാക്കോ, ഒന്നും കാണുന്നില്ല. വായോ. ഇതിപ്പോൾ എന്താ പറയുക, ഈ ചൂടുകാലം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പം ഇത് ഇവർ ശരിയാക്കും. കുറച്ച് വിസിറ്റേഴ്സിനൊക്കെ വരാൻ തക്കത്തിന് നല്ല വൃത്തിയാക്കി നല്ല ഭംഗിയാക്കും എല്ലാം. ഇതിപ്പോൾ ചൂടുകാലം ജസ്റ്റ് ഫിനിഷായി തുടക്കമാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ അവരിത് അടിപൊളിയാക്കി. ഞങ്ങൾ വരുന്ന ടൈമിലൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാറ്റും പൊടിയൊക്കെ ആയതുകൊണ്ട്. എൻ്റെ മേലെ കാണാൻ പിടിച്ചൊന്ന് കാണാന്നാ പറയുന്നത് മേലെ. ആ അവർ ലൈറ്റ് ഇട്ട് തന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് ബ്രീഡിങ്ങിന് വേണ്ടി അവർ ഇതിലാണ് ഇടുക. കണ്ടോ, എല്ലാം ഗർഭിണികളാവും. കണ്ടോ, അങ്ങനെയല്ല, അവരിത് പണ്ട് പറഞ്ഞതാ ഞങ്ങളടുത്ത്, ബ്രീഡിങ്ങിന് വേണ്ടി ഇവിടെയാണ് ഇടുകയെന്ന്. ലൈറ്റ് ഇല്ലായിരുന്നു കേട്ടോ മുന്നേ. അപ്പോൾ അവർ മുഹമ്മദ് വന്നിട്ട് പറഞ്ഞു നമുക്ക് ലൈറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞ് ലൈറ്റ് ഇട്ട് തന്നാ കേട്ടോ. അത് ആൻറ്റി വരുന്നില്ലേ? ആൻറ്റി കയറിയില്ല കേട്ടോ. ആൻറ്റി അവിടെ തന്നെ നിന്ന്. ഇപ്പൊ വരാട്ടോ. ഒന്ന് കേറി നോക്കാം. വാ, മേലെ വരെ കയറാം. നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ? നമ്മളെ നാട്ടിലത്തെ സ്റ്റൈലിലാട്ടോ. ആന്റീനെ കാണിച്ചു തരട്ടോ. ആന്റി ഉടായിപ്പ ഇറങ്ങി വന്നില്ല, കേറി വന്നില്ല കേട്ടോ അങ്ങോട്ട്. അക്കു എവിടെ നോക്ക്, അമ്മ നിക്കണ നോക്ക്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം പോരുകയാണ് കേട്ടോ വീട്ടിക്ക്. ആൻറ്റി എന്നെ കൊല്ലം മിക്കവാറും. ആൻറ്റി ഉറങ്ങണ സമയമായിരുന്നു, വേറെ പ്രശ്നമില്ല, ഇനി ചെന്നങ്ങോട്ട് ഉറങ്ങിയാൽ മതി. ആൻറ്റി എങ്ങനെയാണെന്നറിയാം, വന്നു കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ആൻറ്റി ഉറങ്ങുവേ. എന്നിട്ട് രാത്രി ഉറക്കമല്ലോ, ഞാൻ ഉറങ്ങിയില്ലടി, 2 മണി വരെ ഉറങ്ങിയില്ല. പ്രേതവും ഒരു കുട്ടിയും അമ്മയും പ്രേതം വന്നു റൂമിൽ, അങ്ങനെ വലിയ വലിയ കഥയും പറയും ലാസ്റ്റ്. അപ്പോൾ ഇനി സുഖമായിട്ട് തളർന്നിട്ടുണ്ട്, സുഖമായിട്ട് ആൻറ്റി കിടന്ന് ഉറങ്ങും. എല്ലാവരും ആൻറ്റി എവിടെ വർക്ക് ചെയ്യണമെന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. ആൻറ്റി ഇവിടെ അടുത്തൊരു നഴ്സറിയിൽ, കുട്ടികളുടെ നഴ്സറിയിലാണ് വർക്ക് ചെയ്യണത്. അങ്കിള് നാട്ടിൽ പോയിട്ട് എന്താ വരാത്തതെന്ന് ചോദിച്ചിരുന്നു ഇത്ര നേരമായിട്ട്. അങ്കിള് വരും, വീട്ടിൽ കുട്ടികളൊക്കെ ഒറ്റയ്ക്കായതുകൊണ്ട് ഒന്ന് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരാളെ കണ്ടോ, അടിപൊളി. അതാ വരുന്നു. തൂക്കേച്ചി എന്ത് ഭംഗിയാന്ന്, നല്ല ഭംഗിയില്ലേ? രണ്ടാളുണ്ട്. മുട്ട ഉണ്ട് കേട്ടോ. അയ്യോ, മുട്ട വിരിഞ്ഞിട്ടുണ്ട്, കുട്ടികളുണ്ടാവും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുട്ടികളുണ്ടോന്ന്, മുട്ട വിരിഞ്ഞിട്ടുണ്ട്. അയ്യോ. ഇനി നമ്മുടെ മുഹമ്മദ് പറഞ്ഞ പോലെ 2 കുതിര ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് അറബിക് കുതിരയാന്നാ പറയണത്. ഇത് വല്ലാതെ ചവിട്ടുന്നാ പറയണത് കേട്ടോ. മറ്റേ കുതിര ഇംഗ്ലീഷ് കുതിരയാണ്, നല്ല അനുസരണയാന്നാ പറയണത്. ഇത് കുട്ടി കുതിരയാണ് തോന്നുന്നു അല്ലേ? അല്ലല്ലേ, 2ഉം വലുതാണ്, അത് താഴെയായിട്ട് തോന്നുകയാണ്. ആടിനെയോ? ആടിനെയൊക്കെ നീ കണ്ടല്ലേ? ഇതാ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാലോ അല്ലേ? അയ്യോ, നമ്മളെ പൂച്ചയാ. ഞങ്ങളെ പൂച്ച എന്ന് പറയുന്നത് ഷാനുവിൻ്റെ പൂച്ച കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ പൂച്ച പോലെ തന്നെയായിരുന്നു. എല്ലാവർക്കും അറിയണല്ലേ നമ്മളെ പൂച്ചേനെ. ആ പൂച്ചേനെ ഞങ്ങൾ ഇന്നിപ്പോൾ വന്നു കഴിഞ്ഞ് ഇറങ്ങുവാടുണ്ട്, റോട്ടിലൊരു പൂച്ച കിടക്കുന്നത്. ഞങ്ങൾ പോയി നോക്കിയതാ. ഞങ്ങളെ പൂച്ചേനെ ഒന്നും മനസ്സിലായില്ല ഞങ്ങൾക്ക്.
നോക്കുമ്പോൾ ഞങ്ങളെ പൂച്ചേനെ വണ്ടി ഏതോ തട്ടിയിരിക്കുന്നു. ആ തട്ടിയ ആൾക്കാർക്ക് ഒരു മര്യാദയില്ലാതെ അവർ ആ റോട്ടിൽ തന്നെ അതിനിട്ടേച്ച് പോയി. ഞങ്ങളെല്ലാവരും ഇവിടുന്ന് പോയതല്ലേ, അത് ഡോറ് തുറന്നാൽ അത് ഓടി പുറത്തിറങ്ങും. ടാറ്റാത്ത ഞങ്ങളെല്ലാരും പുറത്തു പോയതുകൊണ്ടേ, അല്ലെങ്കിൽ അത് ഇവിടെ ചുറ്റിപ്പറ്റി ഉണ്ടാവുമായിരുന്നു. പുറത്തു പോവരുത് വണ്ടി ഇടിക്കുന്ന അമ്മ പറയലില്ലേ, അത് അതുകൊണ്ടാണ്. റോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണ്ടേ. പൂച്ചക്കുട്ടി അറിയാതെ ഓടിയിട്ട് അതിനെ വണ്ടി ഇടിച്ചു പോയി. എന്താ പറയാ, നന്ദക്കുട്ടിക്ക് വേറൊന്നും അറിയില്ല.